നാശത്തിലേക്കാണ് ശിവൻകുട്ടി തന്റെ പോക്ക് എന്നാണ് ഇപ്പോൾ PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാനുള്ള ശ്രമത്തിൽ CPI വിമർശനം. PM ശ്രീയിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവെച്ചതിലും ABVP വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ അഭിനന്ദിച്ചതിലും വിമർശനവുമായി AIYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതിന് ABVP ശിവൻകുട്ടിയെ അഭിനന്ദിച്ചിട്ടുണ്ടെങ്കിൽ വകുപ്പ് മന്ത്രിയും തെറ്റായ പാതയിലാണ് നീങ്ങുന്നതെന്ന് ജിസ്മോൻ പറഞ്ഞു. എലിയെ പേടിച്ചാരും ഇല്ലം ചുടാറില്ല എന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. സാമ്പത്തിക ആവശ്യങ്ങളും രാഷ്ട്രീയ ആവശ്യങ്ങളും തിരിച്ചറിയാനുള്ള ശേഷി ശിവൻകുട്ടിക്കുണ്ടാകണമെന്നും ജിസ്മോൻ കൂട്ടിച്ചേർത്തു. ഏതൊരു പ്രതിസന്ധിയെയും ആന്തരികവും ബാഹ്യവുമായ സമരത്തിലൂടെ പരാജയപ്പെടുത്താൻ കഴിയുമെന്നാണ് തങ്ങൾ പഠിച്ച കമ്മ്യൂണിസം പറയുന്നത് എന്ന് പറഞ്ഞാണ് ജിസ്മോൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത്. അതിന് നിരവധി ഉദാഹരണങ്ങൾ മുന്നിലുണ്ട് എന്നും പുന്നപ്ര വയലാർ സമരത്തിലേക്ക് പോകും മുൻപ് സർ CP-യുമായി സഖാവ് TV തോമസിന്റെ നേതൃത്വത്തിൽ 27 ആവശ്യങ്ങൾ ഉയർത്തി ചർച്ച നടത്തി. രാഷ്ട്രീയ ആവശ്യങ്ങളും സാമ്പത്തിക ആവശ്യങ്ങളുമായിരുന്നു അതിലുണ്ടായിരുന്നു. CP നേതാക്കളോട് പറഞ്ഞത് സാമ്പത്തിക ആവശ്യങ്ങളെല്ലാം ഞാൻ അംഗീകരിക്കുന്നു, രാഷ്ട്രീയ ആവശ്യങ്ങൾ പിൻവലിക്കണം. സഖാവ് TV തോമസ് തിരികെ പറഞ്ഞത് സാമ്പത്തിക ആവശ്യങ്ങളെല്ലാം പിൻവലിക്കാം, രാഷ്ട്രീയ ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ രോക്ഷാകുലനായ സർ CP അലറിക്കൊണ്ട് പറഞ്ഞത് 4000 പട്ടാളക്കാരും 8000 പോലീസുകാരും ഉണ്ടെന്നാണ്. എങ്കിൽ നമുക്ക് കാണാമെന്ന് പറഞ്ഞ ധീരനായ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ജീവിച്ചിരുന്ന മണ്ണാണ് കേരളം. അതുകൊണ്ട് സാമ്പത്തിക ആവശ്യങ്ങളും രാഷ്ട്രീയ ആവശ്യങ്ങളും തിരിച്ചറിയാനുള്ള ശേഷി ശിവൻകുട്ടി സഖാവിന് ഉണ്ടാകണമെന്നും ജിസ്മോൻ കുറിക്കുന്നു.